ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമുള്ള ദിവസം, ഭയങ്കര സങ്കടമുള്ള ദിവസം കൂടിയാണ് കേട്ടോ. ഇന്നാണ് ജൂൺ 3. അപ്പോൾ ഇച്ചിക്കുട്ടൻ്റെ പ്രവേശനോത്സവം ഇന്നാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പോകാൻ വേണ്ടി അവരുടെ അടുത്ത് ഉമ്മ ചോദിക്കുന്നതാണ് ആ കാണുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് അവൻ്റെ കൂടെ പ്രവേശനോത്സവത്തിന് പോകാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ. അപ്പോൾ എനിക്കിന്ന് എൻ്റെ സെൻറ്ററിലോട്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര വിഷമം കൊണ്ടിട്ട് എനിക്ക് അവൻ്റെ കൂടെ പ്രവേശനോത്സവത്തിന് പോകുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ നമ്മുടെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇച്ചിക്കുട്ടനെയും കൊണ്ട് കിച്ചോട്ടം പൊക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ആ കുമ്മയൊക്കെ കൊടുത്ത് ആളങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സെൻറ്ററിൽ വന്നു. അപ്പോൾ അതേ നമ്മുടെ കുട്ടിമണീസ് എല്ലാവരും വരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ കുട്ടികൾ. അപ്പോൾ വരുമ്പോൾ തന്നെ ഞാൻ അവരെ വെൽക്കം ചെയ്ത് നമുക്കൊരു കാർഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ടാഗൊക്കെ കുത്തിക്കൊടുത്ത് കുഞ്ഞി കിരീടമൊക്കെ വെച്ചിട്ട് ഞാൻ അവരെ അകത്തോട്ട് സ്വാഗതം ചെയ്യാണ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അങ്കണവാടിയിലായിട്ടാണ് ഇച്ചിക്കുട്ടനെ ചേർത്തേക്കുന്നതെന്ന്. പക്ഷേ അല്ല കേട്ടോ, അവന് വേറെ അങ്കണവാടിയിലാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചേർത്തിട്ടില്ല. ഇത് നമ്മുടെ പ്രവേശനോത്സവവും സെൻഡ് ഓഫും കൂടെയാണ് കേട്ടോ. പഴയ കുട്ടികൾ എന്താ ഇപ്പോൾ ഒരു പുതിയ സ്കൂളിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ സെൻഡ് ഓഫ് പരിപാടിയും പ്രവേശനോത്സവം എല്ലാം നമുക്ക് ഇന്നാണ്. നേരത്തെ നമുക്ക് ഒരു മെയ് 31 ആയിരുന്നു വച്ചിട്ടുണ്ടായിരുന്നു. 30 ആയിരുന്നു വച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിശക്തമായ മഴയായതുകൊണ്ട് മാറ്റി ജൂൺ 3 ആക്കിയേക്കാണ്. അപ്പോൾ നമ്മൾ കുറേ കുട്ടികൾക്ക് 1-2 കുട്ടികൾക്ക് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ബാക്കി ആർക്കും ക്ലാസ് ഒന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. പേരൻസും ഉണ്ടായിരുന്നു, പുതിയ കുട്ടികളും പിന്നെ ഏജ് കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏജ് കുട്ടികൾക്കൊന്നും വരാൻ പറ്റില്ല, അവർക്ക് ക്ലാസ്സൊക്കെ തുടങ്ങിയ സാഹചര്യം ആയതുകൊണ്ട് നമുക്ക് ഏജ് കുട്ടികളൊന്നും വന്നിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ വേറെ കുട്ടികളൊക്കെ ഉണ്ടായേനെ. എല്ലാവരും വന്നതിന് ശേഷം പിന്നെ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എന്തൊക്കെയോ വാരിക്കോരി പറയുന്നുണ്ട് കേട്ടോ. പേരൻസിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പേരൻസ് ഉണ്ട്, നമ്മുടെ LMC അംഗങ്ങളുണ്ട്, കമ്മിറ്റി അംഗങ്ങളുണ്ട്, അങ്ങനെ എല്ലാവരും തന്നെ ഉണ്ട് കേട്ടോ. മെമ്പറിന് അത്യാവശ്യമായിട്ട് സ്ഥലത്ത് പോകേണ്ട ആവശ്യം വന്നതിനാൽ മെമ്പറിന് എത്താൻ സാധിക്കില്ലെന്ന് മെമ്പർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാനങ്ങ് കൈകാര്യം ചെയ്തു. അതൊക്കെയെന്ന് വെച്ചാൽ എല്ലാവരും മുമ്പിൽ നിന്ന് ഫേസ് ചെയ്ത് സംസാരിക്കാനൊക്കെ ഭയങ്കര മടിയുള്ള ആളായിരുന്നു കേട്ടോ. ഞാൻ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരും 1-2 പേരുടെ മുമ്പിലല്ല, ഇത്രയും പേരുടെ മുമ്പിലും അല്ലാതെയൊക്കെ സംസാരിക്കാൻ ഭയങ്കര ചമ്മല ഒരു ആളായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇപ്പം അങ്ങനെ ശീലിച്ചുകൊണ്ട് ഇപ്പോൾ ഓക്കെ ആയി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ആദ്യം ഭയങ്കര മടിയായിരുന്നു സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുഴപ്പമില്ല, അപ്പോൾ എല്ലാം ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് എല്ലാ മാസത്തിലും മീറ്റിംഗ് കാര്യങ്ങളും ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെയ്തപ്പോൾ എനിക്കത് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ പുതിയ കുട്ടികളെ ഞാൻ വെൽക്കം ചെയ്ത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ കുട്ടികളെ ഞാൻ വിളിക്കുകയാണ്. അപ്പോൾ അവരുടെ നമ്മുടെ വീഡിയോ മൊത്തത്തിൽ ഒന്ന് കട്ടായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുതിയ കുട്ടികൾക്ക് നമ്മുടെ പഴയ കുട്ടികൾ പൂവൊക്കെ കൊടുത്തിട്ട് വെൽക്കം ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ കുട്ടികൾ പൂവെടുത്ത് വെൽക്കം ചെയ്ത് പിന്നെ ഓരോ ക്യാപ്പൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നമ്മുടെ പുതിയ കുട്ടികൾക്ക് ഓരോ ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ. നമ്മുടെ ബുക്ക്, ക്രയോൺസ്, അങ്ങനെ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പാക്ക് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഴയ കുട്ടികളെ തന്നെയാണ് വെൽക്കം ചെയ്യുന്നത്, പുതിയ കുട്ടികളെ. നമ്മുടെ എല്ലാ കുട്ടികൾക്കും നമ്മൾ തൊപ്പിയൊക്കെ വെച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് 5 പിള്ളേരുണ്ട് പുതിയതായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഒരാൾ എത്തിച്ചേർന്നിട്ടില്ല കേട്ടോ, ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ അതേ പൂവും തൊപ്പിയൊക്കെ വെച്ച് നല്ല ക്യൂട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത പരിപാടി സെൻറ്റ് ഓഫ് കേട്ടോ. നമ്മുടെ പോകുന്ന കുട്ടികളെ ഹൈറ്റാണ് ഇങ്ങനെ ആദ്യം കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് ഓഫീസിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അടുത്തൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ. നമ്മുടെ ടാഗും ക്യാപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാം വെച്ച് കൊടുത്തിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് നടക്കുന്നു. എല്ലാവർക്കും ക്യാപ്പൊക്കെ വെച്ച് സെറ്റാക്കി വിടാവേ. ഇങ്ങോട്ട്
നേരെ പിടിക്കും നേരെ ഉമ്മാനായി കൊടുക്കാം കുട്ടികൾക്കുള്ള മൊമെൻ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം പിന്നെ എല്ലാവരുമായിട്ട് കണ്ടുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ചായ കൂടിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായയും സ്നാക്സൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മിഠായി കൊടുത്തു പിന്നെ ലഡുവൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ബിരിയാണിയാണ് കേട്ടോ ഉച്ചത്തേക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കാനാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എഗ്ഗ് ബിരിയാണിയാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ലഡുവും മിഠായിയും കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ എഗ്ഗ് ബിരിയാണി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടോ. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി പോവുക. അപ്പോൾ പേരൻസ് ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ അവരെല്ലാം കൈകാര്യം ചെയ്തതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എഗ്ഗ് ബിരിയാണി. അപ്പോൾ ഇത് കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇന്നത്തെ ദിവസം സ്പെഷ്യലുമാണ്, സങ്കടമാണ്, എല്ലാം കൊണ്ടുമാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ ഇനി പുതിയ സ്കൂളിലേക്ക് നന്നായി വരട്ടെ. അതിൽ വിഷമമാക്കിയുണ്ട് കേട്ടോ. ഇത്ര ദിവസം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കളിയും ചിരിയും ബഹളവും ഒച്ചപ്പാടും ഒരു ചെറിയ കുസൃതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരെല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി പുതിയ സ്കൂളുകളിലായിട്ട് പുതിയ ടീച്ചർ പുതിയ കുട്ടികളൊക്കെ ആയിട്ട് നന്നായി വരട്ടെ. അങ്ങനെ എൻ്റെ കുഞ്ഞു കുരുന്നക്കൾക്ക് എന്തായാലും ഓൾ ദി ബെസ്റ്റ്.